ഇന്നൊരു ഹെൽത്തി നോമ്പുതുറയാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ ആദ്യം തന്നെ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം തന്നെ അപ്പുറത്ത് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ടും വെച്ചിട്ടുണ്ട്. ഇത് ബീഫിലേക്കുള്ള ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ ഇതാ തരിക്കഞ്ഞി ഒന്ന് തൂമിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചതാണ്. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ തരിക്കഞ്ഞി ഇതാ പെട്ടെന്ന് തന്നെ റെഡിയായി. ബീഫിൽ നമ്മൾ ചേന ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അരക്കാത്ത ഒരു മസാലക്കറിയാണ് റെഡിയാക്കുന്നത്. സാധാരണ ഫസ്റ്റ് ഡേയിൽ എന്തായാലും പത്തിരിയും ചിക്കൻ കറിയോ അല്ലെങ്കിൽ പത്തിരി ബീഫ് കറി അങ്ങനെ തന്നെയാണ് കേട്ടോ എപ്പോഴും റെഡിയാക്കൽ. ഇത് സെക്കൻഡ് ഡേ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പം ഇന്ന് കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ. ഇന്ന് നമ്മൾ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഷോർബയാണ് ഉണ്ടാക്കുന്നത്. ബട്ടറിൽ ഇതാ കുറച്ച് സവാള ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ പട്ട ഗ്രാമ്പൂ ഏലക്ക ഇത്രയും കാര്യങ്ങളും ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കനും കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയും കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 തക്കാളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് വെന്ത് വരട്ടെ. ഇന്ന് നമ്മൾ പാൽപുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 1/4 കപ്പോളം പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 2 കപ്പോളം പാലും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് ഒരു പാത്രത്തിനടിയിൽ ഇതുപോലെ നെയ്യ് തടവിയിട്ട് ഈ ഒരു പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോഴേക്കും നമ്മളുടെ സൂപ്പിലേക്കുള്ള ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് സ്ട്രെയിനറിലേക്ക് മാറ്റിയിട്ട് അതിലത്തെ എല്ലൊക്കെ ഒഴിവാക്കിയിട്ട് ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓട്സ് ചേർത്ത് കൊടുക്കുക. അധികം തിക്കായിട്ട് വേണ്ട കേട്ടോ, കുറച്ച് ചേർത്താൽ മതി. എന്നിട്ട് വെന്തതിന് ശേഷം അതിലേക്ക് ഷ്രെഡ് ചെയ്ത ചിക്കനും കുറച്ച് നാരങ്ങ നീരും മല്ലിയിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ഷോർബ അല്ലെങ്കിൽ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ പാൽപുട്ട് അല്ലെങ്കിൽ പാപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു. അധികം പണിയുമില്ല. അപ്പം തിരക്കേടില്ലാത്ത ഒരു ഐറ്റം എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഹൈപ്പൊന്നും കൊടുക്കാനില്ല. അപ്പോൾ ഏകദേശം നോമ്പൊക്കെ തുറക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിശേഷങ്ങൾ. നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ഷബ്നാസ്കർ എന്നുള്ള പേജ് ഒന്ന് ഫോളോ ചെയ്യുക.